അപ്പോൾ ഇന്നത്തെ എൻ്റെ ജോലി എന്ന് വെച്ചാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇനി എനിക്ക് ഇത്തിരി ബ്ലീച്ചിങ് പൗഡർ കുറച്ച് പൊട്ടിച്ചിടണം. എവിടെയാണെന്നല്ലേ കാണിച്ചത്, നമ്മുടെ ഈ ബാക്ക് സൈഡ്, കിച്ചൻ്റെ ബാക്ക് സൈഡൊക്കെ മഴ പെയ്ത് മുഴുവൻ തെന്നിക്കിടക്കുക. അപ്പോൾ മീൻ കഴുകണമെങ്കിലും ഒക്കെ ഇറങ്ങണമെങ്കിൽ ഭയങ്കര പാടാണ്. കുറച്ച് ബ്ലീച്ചിങ് പൗഡർ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ നല്ല ഭയങ്കര തെറ്റലായിട്ട് കിടക്കുക, ഇറങ്ങാൻ പോലും പറ്റത്തില്ല. ഞാൻ ഇവിടെയൊക്കെ ഇത്തിരി അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആ ഒരു പാക്കറ്റ് മുഴുവൻ ഞാൻ ഇട്ട് കൊടുത്തു. ഇനി എന്നാലേ നമുക്ക് മീൻ കഴുകാനൊക്കെ ഇറങ്ങണമെങ്കിൽ ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഭയങ്കര തെറ്റിലായിട്ട് കിടക്കും, അത്രയും മഴയല്ലേ. പിന്നെ നമ്മുടെ സപ്പോട്ട മരവും കുറേ കോതി കളഞ്ഞു. അതുകൊണ്ട് എല്ലാം കോതി ഇവിടെ ഇട്ടിരിക്കുക. അപ്പോൾ മഴ കാരണം കരിയിലൊന്നും നമുക്കൊന്ന് തീയിടാൻ പോലും പറ്റിയിട്ടില്ല. ഇതിൽ കുറച്ച് കായുണ്ട്, പക്ഷേ ഒന്നും കിട്ടുന്നില്ല, എല്ലാം പൊഴിഞ്ഞു വീണ് പോവുക. പൊഴിഞ്ഞു വീണ് കഴിഞ്ഞാലും അതെല്ലാം കാക്ക കൊത്തിയതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ട് ഇനി പതുക്കെ ഇറങ്ങി മീൻ കഴുകാനായിട്ട് ഇറങ്ങാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ മീൻ, നെത്തോലിയ. കുറച്ച് സമയം എടുക്കും ഇത് ക്ലീൻ ആക്കാൻ. അപ്പം നമുക്ക് പുറത്തേക്ക് കൊണ്ടുപോകണം. ഞാൻ ഓൾറെഡി ഈ ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ട് കുറച്ച് തെറ്റലൊക്കെ മാറ്റി വെച്ചിരിക്കുകയല്ലേ. അപ്പം ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്തെടുത്താലോ. വെറുതെ ഇരിക്കുന്നുണ്ട്, ഇത് വീണ്ടും വാഴ 2 ഒക്കെ ഇരുന്ന് കാണുന്നുണ്ട്. നേരത്തെ കണ്ടതല്ലേ, ഗൾഫിൽ വെച്ച് അവൾ കണ്ട സിനിമയാണെങ്കിലും അവൾക്ക് സമയം പോകണ്ടേ. പകലെ അവളുടെ ഫ്രണ്ട്സൊക്കെ അങ്ങ് സ്കൂളിൽ പോകും, പിന്നെ ആൾ തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് കണ്ട സിനിമകളൊക്കെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കും. കുറച്ച് കാർട്ടൂണൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കും. അപ്പം നമുക്ക് നമ്മുടെ മീൻ ക്ലീൻ ചെയ്തിട്ട് വരാം. ഞാനിങ്ങി അകത്ത് കയറി ഇതിൻ്റെ. അപ്പം നമുക്കെന്താ നിറച്ച് കാന്താരി നിൽപ്പുണ്ട്. എനിക്ക് ഇതിനകത്ത് നിന്ന് കുറേ കാന്താരി പിച്ചണം, ചമ്മന്തിക്കും പിന്നെ നമ്മുടെ ഇതിനെന്തുവാ മറ്റേ നെത്തോലിക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ പിച്ചട്ടെ. അതാ ചെറിയ തെങ്ങ് നിൽപ്പുണ്ട്. ഇതാണ് എൻ്റെ അമ്മായിയുടെ വീട്. ഇത് എല്ലാവരും നിൽപ്പുണ്ട് ഇവിടെ. എൻ്റെ വീടാണത്, എൻ്റെ വീടത്. വേദൂട്ടി ഇതാ കൊടയായിട്ട് വന്നിട്ടുണ്ട്. പൊയ്ക്കോ, അങ്ങ് മഴ പെയ്യുന്നുണ്ട്. ഇപ്പോൾ നല്ല കൊതുകുണ്ട്. അപ്പം ഞാനിതെല്ലാം ഒന്ന് പിച്ചിട്ടെ ഗൈസ്. അങ്ങനെ കാന്താരിയൊക്കെ പിച്ചിക്കൊണ്ട് വന്നപ്പോഴത്തേക്കും നല്ല മഴ തുടങ്ങി. കറണ്ട് അങ്ങ് പോയി. കറണ്ട് പോയതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് തേങ്ങ അരയ്ക്കാനായിട്ട് കുറച്ച് വെയിറ്റ് ചെയ്യണം. അപ്പം നമുക്ക് കറണ്ട് വരുന്നവരെ ഇനി വെയിറ്റ് ചെയ്യാനേ പറ്റൂ. തേങ്ങ അരച്ചില്ല. കറണ്ട് വന്നപ്പോഴത്തേക്കും ഞാൻ ഈ അടുത്ത് പോകുന്നതിന് മുന്നേ പെട്ടെന്ന് അരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാങ്ങ ഇട്ട് കൊടുക്കണം. അതേപോലെ കാന്താരി ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടിടുന്നതായിരിക്കും ബെറ്റർ. അപ്പം നല്ലൊരു ഫ്ലേവർ കിട്ടും. അങ്ങനെ മാങ്ങയും കാന്താരിയും എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടെ പിച്ചണം, അതെടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് അടുപ്പിലേക്ക് വയ്ക്കാം. നമ്മുടെ നെത്തോലിക്കറിയൊക്കെ റെഡിയായി. പിന്നെ ഞാനൊരു കായെടുത്ത് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി. പിന്നെ പപ്പടം, ചമ്മന്തി ഉണ്ട്. മോൾക്ക് ചമ്മന്തി വേണ്ട, അപ്പോൾ മോൾക്ക് ആദ്യം കൊടുത്ത് കഴിച്ച് നോക്കടാ. അവൾക്ക് നെത്തോലിൻ്റെ കഷ്ണമൊന്നും അധികം വേണ്ട, ഗ്രേവിയാണ് ആൾക്കിഷ്ടം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. മുറിച്ച് തരാം. ഇനിയിപ്പോൾ അമ്മയ്ക്കും ഫുഡ് കൊടുക്കണം, എനിക്കും കഴിക്കണം. പുറത്ത് നല്ല മഴയുണ്ട്. ഓക്കെ, ബൈ.